അന്ത്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാം വരവ്. യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞിരിക്കണം. യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്ത് അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് കടന്നു വരുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരം ഭൂമിയിൽ കിടപ്പുണ്ട്. ശരീരങ്ങൾ ഉയർക്കുന്നു. അത് നല്ലവരുടെ ഉയർക്കും, അല്ലാത്തവരുടെ ഉയർക്കും. ശരീരങ്ങൾ ഉയർക്കുന്നു, ആത്മാവുമായിട്ട് കൂടിച്ചേരുന്നു. ശരീരം ആത്മാവും കൂടി ചേർന്നിട്ട് ആ വ്യക്തിയുടെ ശരീരം ആത്മാവും കൂടിയിട്ട് ലോകത്തിലുള്ള എല്ലാവർക്കും പൊതുവായിട്ട് ലഭിക്കുന്നതാണ് പൊതുവിധി, അന്ത്യവിധി. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. അന്ത്യവിധി എന്ന് പറയുന്നത് പൊതുവിധി, അതെല്ലാവരും ഒന്നിച്ചാണ്. അപ്പം എല്ലാവരുടെ നന്മ തിന്മകൾ വെളിവാക്കപ്പെടും. പ്രത്യേകിച്ച് തിന്മ ചെയ്യുന്നവർ നരകത്തിൽ പോകുന്നതിൻ്റെ കാരണം വെളിവാക്കപ്പെടും. നന്മ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകുന്നതിൻ്റെ കാരണം വിശുദ്ധി, സ്നേഹം ഒക്കെ വെളിവാക്കപ്പെടും. അങ്ങനെ നല്ലവര് വലതുഭാഗത്തുള്ളവർ നിത്യമായ സ്വർഗത്തിലേക്ക് പോകുന്നു, ഇടതുഭാഗത്തുള്ളവർ നിത്യമായ നരകത്തിലേക്ക് തന്നെ പോകുന്നു. അത് അവസാനമാണ്, ശരീരത്തോട് കൂടെ പോകുന്നു. അപ്പോൾ ആദ്യം ആത്മാവിലെ തനതുവിധി ലഭിച്ചു, അത് തന്നെയാണ് കഴിഞ്ഞ അന്ത്യവിധിയിൽ മാറുന്നില്ല. അത് ശ്രദ്ധിക്കണം. സഭ പഠിപ്പിക്കുന്നുണ്ട്, മാറ്റമില്ല.